പോരാട്ടം. മാലി. കോപ്പിറൈറ്റ് DC ബുക്സ്, കോട്ടയം. വായിക്കുന്നത് ഹരി. 1. കറുത്ത വാവ്. അർദ്ധരാത്രി. കൂരിരുട്ട്. ഒഴുകുന്ന പുഴ. പുഴയിൽ ഒരു കൊച്ചു തോണി. കൊച്ചു തോണിയിൽ 2 കൈക്കുഞ്ഞുങ്ങൾ. ഒന്ന് ആൺകുഞ്ഞ്, മറ്റേത് പെൺകുഞ്ഞ്. രണ്ടും തനിത്തങ്കത്തിൻ്റെ നിറം. രണ്ടിനുമുണ്ട് നുണക്കുഴികൾ. എത്ര ഓമനത്വമുള്ള കുഞ്ഞുങ്ങൾ! കൊച്ചു തോണി ഒഴുകിപ്പോകുന്നു. തണുത്ത കാറ്റു വീശുന്നു. കുറേശ്ശെ മഴ ചാറുന്നു. പനി പിടിക്കില്ലേ? കൊച്ചുതോണി മറിയുമോ? മുതല പിടിച്ചാലോ? കുഞ്ഞുങ്ങൾ കരയുന്നു. അവരുടെ കരച്ചിൽ ആരും കേൾക്കുന്നില്ല. പുഴക്കരയിൽ അങ്ങിങ്ങ് ചില വീടുകളുണ്ട്, ശരി തന്നെ. പക്ഷേ വീട്ടുകാരെല്ലാം ഉറക്കമാണ്. ഉണർന്നിരുന്നാലും കേൾക്കുകയില്ല. വളരെ വീതിയുണ്ട് പുഴയ്ക്ക്. അത്ര ദൂരം എത്തുകയില്ല കരച്ചിലിൻ്റെ ശബ്ദം. കുഞ്ഞുങ്ങൾ കരഞ്ഞു തളർന്ന് ഉറങ്ങി. അവരെയും കൊണ്ട് കൊച്ചുതോണി നീങ്ങി. എന്തൊരു ദുർവിധി! അവർ കുടിപ്പകയുടെ ഫലം അനുഭവിക്കുന്നു. ഒരാൾ മറ്റൊരാളെ കൊന്നെന്ന് വയ്ക്കൂ. ചത്തവൻ്റെ ബന്ധുക്കൾ കൊന്നവനോട് പക ഭാവിക്കും. മാത്രമല്ല, കൊന്നവൻ്റെ ബന്ധുക്കളോടും. അത് നാട്ടുനടപ്പായിരുന്നു. ഇങ്ങോട്ട് അക്രമം ചെയ്തില്ലേ, ഒരു കൈകൂടി കടന്ന അക്രമം അങ്ങോട്ടും ചെയ്യണം. അല്ലെങ്കിൽ പോരായ്മയാണ്. ഈ കൊച്ചു കുഞ്ഞുങ്ങളെയും ബാധിച്ചിരുന്നു ഒരു കുടിപ്പക. മാന്തൊടി എന്നൊരു തറവാട്, മംഗലം എന്ന് മറ്റൊരു തറവാട്. 2 തറവാട്ടിലെയും കാരണവന്മാർ തമ്മിൽ വഴക്കാണ്. ഒരിക്കൽ അവർ ഇടവഴിയിൽ വെച്ച് കണ്ടുമുട്ടി. മാന്തൊടിക്കാരനവർ ഒന്ന് കാർക്കിച്ച് തുപ്പി. തന്നെ പുച്ഛിച്ച് കാർക്കിച്ച് തുപ്പിയതല്ലേ? അതായി മംഗലത്തുകാരനവരുടെ സംശയം. ഒരാഴ്ച കഴിഞ്ഞ് അവർ വീണ്ടും കണ്ടുമുട്ടി. എതിർവശങ്ങളിൽ നിന്ന് വരമ്പത്തൂടി നടന്നു വരികയായിരുന്നു. മംഗലത്തുകാരനവർ കാർക്കിച്ചൊരു തുപ്പ് മാന്തൊടിക്കാരനവരുടെ മുഖത്ത്. ആ അവമാനം സഹിക്കാനൊക്കുമോ? മാന്തൊടിക്കാരനവർ വാൾ ഊരി. മംഗലത്തുകാരനവരും വാൾ ഊരി. തമ്മിൽ വെട്ടും തുടങ്ങി. മംഗലത്തുകാരനവർ മരിച്ച വയലിൽ വീണു. മാന്തൊടിക്കാരനവർ നടന്നു പോവുകയും ചെയ്തു. മംഗലത്തുകാർ പക വീട്ടാൻ തക്കം നോക്കിയിരുന്നു. സൗകര്യം കിട്ടിയപ്പോൾ മാന്തൊടിക്കാരനവരെ വെട്ടിക്കൊല്ലുകയും ചെയ്തു. പക്ഷേ ആ പക അവിടെ അവസാനിച്ചില്ല. അത് അടുത്ത തലമുറയിലേക്ക് പകർന്നു. 2 വീട്ടുകാരും കൊന്നുകൊണ്ടിരുന്നു, കൊല്ലപ്പെട്ടുകൊണ്ടുമിരുന്നു. 4ാം തലമുറയായി. എന്നിട്ടും പക തീർന്നിട്ടില്ല. മാന്തൊടിയിലെ കോരൻ, മംഗലത്തെ കുങ്കൻ, അവരും പക ഭാവിക്കുകയാണ്. ഒരേ പ്രായക്കാരാണ് കോരനും കുങ്കനും. ഒരേ ഗുരുവിൻ്റെ കീഴിൽ പയറ്റ് പഠിച്ചവരുമാണ്. പാലോട്ട് പണിക്കർക്ക് 2 ശിഷ്യന്മാരോടും തുല്യമായ വാത്സല്യമുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള പക അദ്ദേഹത്തെ സങ്കടപ്പെടുത്തി. ഇരുവരും ബുദ്ധിശാലികൾ, മിടുമിടുക്കന്മാർ. അന്യോന്യം സ്നേഹിച്ചിരുന്നെങ്കിൽ. അദ്ദേഹം ശിഷ്യന്മാരെ ഉപദേശിച്ചു. ഫലപ്പെട്ടില്ല. അവരുടെ മനസ്സിൽ പക പുകഞ്ഞുകൊണ്ടിരുന്നു. കാലം കഴിഞ്ഞു. പഠിത്തം തീർന്നു. കോരൻ മാന്തൊടിയിലേക്ക് മടങ്ങിപ്പോയി. കുങ്കൻ മംഗലത്തേക്കും. കുങ്കനാണ് പൊക്കം കൂടുതൽ, നിറവും. മെലിഞ്ഞിട്ടല്ല, വണ്ണിച്ചിട്ടുമില്ല. നീണ്ടുയർന്ന മൂക്ക്, വിരിഞ്ഞ മാറ്, ഒതുങ്ങിയ അര, കയറ് മുറുക്കിയ പോലത്തെ മാംസപേശികൾ. കോരൻ കറുപ്പനാണ്. കുങ്കനേക്കാളും കുറവാണ് ഉയരം. എങ്കിലും കൂടുതലുണ്ട് വണ്ണം. അവൻ ചിരിക്കാറില്ല. മുഖത്ത് എപ്പോഴും ഒരു ഗൗരവം. കളരിയിലെ അഭ്യാസം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് ഒരാഴ്ച കഴിഞ്ഞില്ല. അതിനു മുമ്പ് കുങ്കൻ്റെ കുറിപ്പ് കോരന് കിട്ടി. ഞാൻ നിന്നെ പൊയ്ത്തിന് ക്ഷണിക്കുന്നു. സ്ഥലവും തീയതിയും നിന്റെ ഇഷ്ടം പോലെ. നമ്മിൽ ഒരാൾ മരിക്കുന്നതുവരെയാണ് പൊയ്ത്ത്. എൻ്റെ ക്ഷണം സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. വഴക്കുണ്ടായാൽ പൊയ്ത്ത് കുറിക്കാം. അത് നാട്ടുനടപ്പാണ്. പൊയ്ത്തിൽ കൊല്ലുന്നത് കുറ്റമല്ല, അതിന് ശിക്ഷയുമില്ല. കോരൻ ഒന്ന് സംശയിച്ചു. കുങ്കൻ്റെ ക്ഷണം സ്വീകരിക്കണോ? അഭ്യാസത്തിൽ തന്നേക്കാൾ ഒരുപടി മേലെയാണ് കുങ്കൻ. അത് കോരന് അറിയാം. നേരെ നിന്ന് പൊരുതിയാൽ കുങ്കനെ ജയിക്കൂ. കുങ്കനെ കൊന്നേ തീരൂതാനും. ചതിച്ചു കൊല്ലാനേ പറ്റൂ. അതിന് ഒരു സന്ദർഭം ഉണ്ടാക്കണം. കോരൻ മറുപടി അയച്ചു. പൊയ്ത്തിനുള്ള ക്ഷണം സ്വീകരിച്ചിരിക്കുന്നു. സ്ഥലവും തീയതിയും വഴിയെ അറിയിക്കാം. പൊയ്ത്ത് ആവുന്നത്ര നീട്ടിവെക്കുക, അതായിരുന്നു കോരൻ്റെ ഉദ്ദേശം. ആ ഉദ്ദേശം ഫലിക്കുക തന്നെ ചെയ്തു. 2 പേരെയും സാമൂതിരി പട്ടാളത്തിലേക്കെടുത്തു. അഭ്യാസികളെയെല്ലാം യുദ്ധത്തിന് വേണം. എന്നും എവിടെയും യുദ്ധം തന്നെ. അതായിരുന്നു അന്നത്തെ സ്ഥിതി. പണ്ട് കേരളത്തിൽ പെരുമാക്കന്മാർ എന്ന ചക്രവർത്തിമാർ വാണിരുന്നു. അവർ വളരെക്കാലം ഭരണം നടത്തി. ഒടുവിലത്തെ പെരുമാളെ പെട്ടെന്ന് കാണാതായി. അദ്ദേഹം ഉടലോടെ സ്വർഗത്ത് പോയി. അതായിരുന്നു ചിലരുടെ വിശ്വാസം. അതല്ല, മതം മാറി മക്കത്ത് പോയി. അങ്ങനെയും വിശ്വസിച്ചു ചിലർ. ചക്രവർത്തി ഇല്ലാതായപ്പോഴോ സാമ്രാജ്യം അനേകം കൊച്ചു രാജ്യങ്ങളായി പിരിഞ്ഞു.
അവിടൊക്കെ ഓരോ രാജാവും ഉണ്ടായി. അവർ പ്രത്യേകം പട്ടപ്പേരുകളും സ്വീകരിച്ചു. സാമൂതിരി, പെരുമ്പടപ്പ് മൂപ്പീന്ന്, വേണാട്ടരജൻ എന്നൊക്കെ. രാജാക്കന്മാർ തമ്മിൽ എപ്പോഴും വഴക്കാണ്, കൂടെ കൂടെ യുദ്ധവും. ഓരോ രാജാവിനും ആ നാട്ടിലെ ആണുങ്ങളെ എല്ലാം വേണം, ഒന്നെങ്കിൽ കൊല്ലാൻ അല്ലെങ്കിൽ ചാകാൻ. മനുഷ്യൻ ജനിക്കുന്നതിൻ്റെ ഉദ്ദേശം അതായിരുന്നു. ഒരിക്കൽ സാമൂതിരി പെരുമ്പടപ്പിനെ ആക്രമിച്ചു. സാമൂതിരിയുടെ സൈന്യത്തിൽ ഉൾപ്പെട്ടിരുന്നു കുങ്കനും കോരനും. ആ രണ്ട് പരാക്രമികളും അനേകം എതിരാളികളെ കൊന്നു. കൂടുതൽ കൊന്നത് കുങ്കനായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് ഉദ്യോഗക്കയറ്റവും കിട്ടി. യുദ്ധം തീർന്നു കാണാൻ ആഗ്രഹിച്ചു കുങ്കൻ. കൊല മതിയായിട്ടല്ല, യുദ്ധം തീർന്നാലേ കോരനുമായി പൊയ്ത്ത് നടത്താനൊക്കൂ. പട നടക്കുമ്പോൾ പൊയ്ത്തു പാടില്ല, അതാണ് സാമൂതിരിയുടെ ചട്ടം. ആ ചട്ടം അനുസരിച്ചില്ലെങ്കിലോ നാട് കടത്തും. കോരനെ കൊന്നേ തീരൂതാനും. എന്നാലേ മരിച്ച കാരണവന്മാരുടെ ആത്മാക്കളെ തൃപ്തിപ്പെടുത്താനൊക്കൂ. 6 മാസം കാത്തിരിക്കേണ്ടി വന്നു. അപ്പോൾ യുദ്ധം അവസാനിച്ചു. സാമൂതിരിയുടെ സൈന്യം മടങ്ങിപ്പോയി. വീട്ടിൽ എത്തിയ കുങ്കൻ ആദ്യം ചെയ്തത് എന്തെന്നോ, പൊയ്ത്തിനുള്ള കുറിപ്പ് രണ്ടാമതും കോരന് അയക്കുക. ദിവസങ്ങൾ കഴിഞ്ഞു. കോരൻ മറുപടി അയച്ചില്ല. കുങ്കനോടുള്ള പൊയ്ത്തിൽ തനിക്ക് രക്ഷയില്ല. അത് കോരന് അറിയാം. കുങ്കനെ ചതിച്ചു കൊല്ലാൻ വഴി നോക്കുകയാണ് കോരൻ. അപ്പോഴേക്കും അതാ തുടങ്ങി മറ്റൊരു യുദ്ധം. അങ്ങ് 1000 നാഴിക അകലെ ഒരു വർഗ്ഗക്കാരുണ്ട്, പറങ്കികൾ. കുരുമുളക്, ഏലം, ദന്തം അവ പറങ്കികൾക്ക് വേണം. അവയൊക്കെ കേരളത്തിൽ ധാരാളമുണ്ട്. ലാഭത്തിന് വാങ്ങുക, സാധിച്ചില്ലെങ്കിൽ കവർച്ച ചെയ്യുക. അതായിരുന്നു പറങ്കികളുടെ ഉദ്ദേശം. പറങ്കിക്കപ്പലുകൾ കടൽ കടന്ന് ഇങ്ങ് എത്താറുണ്ട്. ഒരു വിഷമം ഉണ്ടായിരുന്നു. കുരുമുളക് കച്ചവടം അറബികളുടെ കയ്യിലാണ്. പണ്ടേയുള്ളതാണ് അറബികളും കേരളവുമായുള്ള കച്ചവടം. പറങ്കികൾ അറബികളോട് മത്സരം തുടങ്ങി. അറബിക്കപ്പൽ കണ്ടാൽ മതി, പറങ്കിക്കപ്പലുകൾ അവയെ ആക്രമിച്ച് പിടിക്കും, കൊള്ളയടിക്കും, മുക്കിക്കളയുകയും ചെയ്യും. സാമൂതിരിക്ക് അറബികളോടാണ് അടുപ്പം. അതുകൊണ്ട് പറങ്കികൾക്ക് സാമൂതിരിയോട് വിരോധമുണ്ട്. അവർ സാമൂതിരിയുടെ കപ്പലുകളെയും കവർച്ച ചെയ്യും. പെട്ടെന്ന് പറങ്കികൾ സാമൂതിരിയുടെ രാജ്യത്ത് 2 ആക്രമണങ്ങൾ നടത്തി. ഒന്ന് വടക്ക്, മറ്റേത് തെക്ക്. സാമൂതിരി ഒരു സൈന്യത്തെ വടക്കോട്ട് അയച്ചു. അതിൽ ഉൾപ്പെട്ടിരുന്നു കുങ്കൻ. മറ്റൊരു സൈന്യത്തെ തെക്കോട്ടയച്ചു. അതിൽ ഉൾപ്പെട്ടിരുന്നു കോരൻ. മനസ്സില്ലാ മനസ്സോടെ കുങ്കൻ യാത്രയായി. കോരനെ കൊല്ലാൻ കഴിയുന്നില്ല. കോരനും ചിലതൊക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. കുങ്കൻ ഇല്ലാത്ത തക്കം നോക്കണം. മംഗലത്ത് വീട്ടിൽ ചെല്ലണം. കുങ്കന് ഒരു ജ്യേഷ്ഠത്തിയുണ്ട്, അമ്മാളു. ആ സ്ത്രീയെ കൊല്ലണം. 6 മാസം മുമ്പ് അമ്മാളു ഇരട്ട പെറ്റത്രേ. ഒരാൾ ഒരു സംശയം പറഞ്ഞതാണ്. വാസ്തവം അറിഞ്ഞുകൂടാ. ആ ആളും മറ്റാരോ പറഞ്ഞു കേട്ടിരുന്നതേയുള്ളൂ. ശരിയാണെങ്കിൽ കുട്ടികളെയും കൊല്ലണം. പോരാ, മംഗലത്ത് വീട് തീ വെക്കണം. അങ്ങനെ വേണം പക തീർക്കാൻ. ഒരാഴ്ചത്തെ അവധി വേണം. വീട്ടിലേക്ക് ഒന്ന് പോകാനുണ്ട്. ഒരു അത്യാവശ്യ കാര്യമാണ്. കോരൻ തെക്കൻ സൈന്യത്തിൻ്റെ തലവനോട് പറഞ്ഞു. എന്നിട്ട് ഒരു പണക്കിഴിയും നീട്ടി. ദുർമോഹി ആയിരുന്നു ആ പടത്തലവൻ. പണക്കിഴി മേടിച്ചിട്ട് അയാൾ അപേക്ഷിച്ചു, കോരാ, ആരും അറിയരുതേ. ഒരു സന്ധ്യയ്ക്ക് ഭയങ്കരമായ ആ സംഭവം നടന്നു. അമ്മാളു കുട്ടികളെ മേൽ കഴുകിച്ച് പാല് കൊടുത്ത് മടിയിൽ കിടത്തി താരാട്ടുപാടി ഉറക്കുകയായിരുന്നു. പെട്ടെന്ന് പുറത്ത് ഒരു ബഹളം. അതാ ഓടിവരുന്നു ബാല്യക്കാരൻ ചിണ്ടൻ. കിതച്ചുകൊണ്ട് ചിണ്ടൻ പറഞ്ഞു, അതാ വരുന്നു മാന്തുടിയിലെ കോരനും 15 വാൾക്കാരും. ഞങ്ങൾ ബാല്യക്കാർ 3 ഒരു കാര്യം തീർച്ചയാണ്, ഞങ്ങളുടെ ശവം മറികടന്നേ അവർ അകത്ത് കാലുകുത്തു. ഒന്നേയുള്ള സങ്കടം, അമ്മാളും അമ്മയും ഈ ഓമന കുഞ്ഞുങ്ങളും. ശേഷം പറയാൻ ചിണ്ടന് കഴിഞ്ഞില്ല. അവൻ വിങ്ങിക്കരഞ്ഞു തുടങ്ങി. അമ്മാളു കുട്ടികളെ മടിയിൽ നിന്നെടുത്ത് നിലത്ത് കിടത്തി. ചാടി എഴുന്നേറ്റു. ചിണ്ട, പെണ്ണായ ഞാൻ കരയുന്നില്ല, എന്നിട്ടാണോ ആണായ നീ? പഠിച്ച പയറ്റൊന്നും ഞാൻ മറന്നിട്ടില്ല. മരിക്കാൻ ഭയവുമില്ല. കുഞ്ഞുങ്ങൾക്ക് ദൈവമുണ്ട് സഹായം. കോരനും വാൾക്കാരും വാതിൽ വെട്ടിപ്പൊളിക്കുകയാണ്. ഇപ്പോൾ അവർ അകത്ത് കടക്കും. ചിണ്ടൻ വാൾ വീശി മുറ്റത്ത് ചാടി. കൂടെ മറ്റ് 2 ബാല്യക്കാരും. അമ്മാളു കുഞ്ഞുങ്ങളെ വാരിയെടുത്ത് അകത്തേക്ക് ഓടി. പറമ്പിലൂടെ പാഞ്ഞു. അരികത്തുകൂടി ഒഴുകുകയാണ് ഭാരതപ്പുഴ. ഒരു മരത്തിൽ കെട്ടി നിർത്തിയിരിക്കുകയാണ് കൊച്ചു തോണി. അമ്മാളു കുഞ്ഞുങ്ങളെ തോണിയിൽ കിടത്തി. കത്തികൊണ്ട് കെട്ടറുത്തു. കൊച്ചു തോണി ഒഴുകിത്തുടങ്ങി. പരദേവതേ, എൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കണേ, ആ പെറ്റമ്മ പ്രാർത്ഥിച്ചു. ഒഴുകിപ്പോകുന്ന പിഞ്ചു പൈതങ്ങളെ നോക്കി നിന്നു. നിറയുന്ന കണ്ണുകളോടെ, തുടിക്കുന്ന കരളോടെ. പെട്ടെന്ന് തിരിഞ്ഞോടി. ആയുധപ്പുരയിൽ കയറി. വാളും പരിചയും വലിച്ചെടുത്തു. മുറ്റത്ത് ചാടി. അവിടെ ചത്തുമലച്ച് കിടക്കുന്നു 2 ബാല്യക്കാർ. കോരൻ്റെ 6 വാൾക്കാരും. ചിണ്ടൻ്റെ നെഞ്ചിൽ നിന്ന് ചോര കുതിച്ചു ചാടുന്നു. അവൻ അവസാനമായി ഒന്ന് വെട്ടി. ഒരു വാൾക്കാരൻ്റെ തല തെറിച്ചു. അതോടെ ചിണ്ടനും നിലത്ത് വീണു. അമ്മാളുവമ്മേ, അവൻ വിളിച്ചു. ദയനീയമായി നോക്കി. ഒന്ന് ഞരങ്ങി.
അതോടെ അവൻ്റെ ജീവനും പോയി. സിംഹിയെപ്പോലെ ഗർജിച്ചുകൊണ്ട് അമ്മാള് കുതിച്ചു ചാടി. അവരുടെ വാൾ മിന്നൽ പോലെ ചുറ്റിക്കറങ്ങി. കോരൻ്റെ 2 വാൾക്കാർ നിലം പതിച്ചു. ബാക്കിയുള്ളവർ ഭയന്ന് പിന്നോക്കം മാറി. കോരൻ ദേഷ്യത്തോടെ അവരോട് പറഞ്ഞു, പെണ്ണിനെ പേടിക്കുന്നോ? മുന്നോട്ടെടുക്കൻ, അവളുടെ കഥ കഴിക്കൻ. അമ്മാള് കോരനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ നിന്ന് തീപ്പൊരി ചിതറി. എടാ വഞ്ചക, എൻ്റെ അനുജനില്ലാത്ത തക്കം നോക്കി നീ വന്നു ഇല്ലേ? അവനുണ്ടെങ്കിൽ നീ ഈ പടി കടക്കുമോടാ ഭീരു? ഞാനൊരു പെണ്ണെന്ന് കരുതിയല്ലേ? മംഗലത്തിലെ പെണ്ണിനും അറിയാമടാ കൊല്ലാനും ചാകാനും. അമ്മാളു കോരൻ്റെ നേർക്ക് കുതിച്ചു. ആഞ്ഞൊരു വെട്ട്. കോരൻ വാൾ ഉയർത്തി വെട്ട് തടുത്തു. അയാളുടെ വാൾ ദൂരത്തെറിച്ചു. വീണ്ടും ഉയർന്നു അമ്മാളുവിൻ്റെ വാൾ. ഒരു നിമിഷം കൂടി കോരൻ്റെ വാളെന്ന പോലെ തലയും തെറിക്കുമായിരുന്നു. അതുണ്ടായില്ല. പിറകിലൂടെ ഒരു വാൾക്കാരൻ അമ്മാളുവിനെ ഓങ്ങി വെട്ടി. അമ്മാളുവിൻ്റെ ഇടത്തെ തോൾ പിളർന്നു. അവൾ തിരിഞ്ഞ് വെട്ടിയവനെയും വെട്ടി. അവനും അമ്മാളുവും ഒന്നിച്ച് നിലത്ത് വീണു. അതിനിടയ്ക്ക് കോരൻ തെറിച്ചുപോയ വാളെടുത്ത് വീണ് കിടക്കുന്ന അമ്മാളുവിനെ വെട്ടി. ഒരു ഞരക്കം പോലും കൂടാതെ അമ്മാളു മരിച്ചു. ചോര പുരണ്ട വാൾ അകത്തേക്ക് ചൂണ്ടിക്കൊണ്ട് കോരൻ പറഞ്ഞു, ഈ നശിച്ച പെണ്ണിന് കുട്ടികൾ ഉണ്ടെന്ന് കേട്ടു. ശരിയാണെങ്കിൽ ആ കുട്ടികളെയും കൊല്ലണം. അവർ വളരുന്നതോടെ അവരുടെ പകയും വളരും. എനിക്കത് വിനയാകും. വരൻ. കോരൻ അകത്ത് കയറി. പിന്നാലെ വാൾക്കാരും. അവർ ഓരോ മുറിയും പരിശോധിച്ചു. കുഞ്ഞുങ്ങളുടെ പൊടി പോലും കണ്ടില്ല. അപ്പോൾ അമ്മാളുവിന് കുട്ടികളില്ല. കേട്ടത് തെറ്റ്. ആട്ടെ, ഇനി ഒന്നുകൂടി ബാക്കിയുണ്ട്. അതും ചെയ്തു തീർക്കണം. വീട്ടിന് തീ വയ്ക്കുക. അതായിരുന്നു ബാക്കിയുള്ള കൃത്യം. ആ വലിയ വീട്, അതിലുള്ള സാമാനങ്ങൾ, വീട്ടുകാരിയുടെയും ബാല്യക്കാരുടെയും ചില ആക്രമികളുടെയും ശവശരീരങ്ങൾ, അവയെല്ലാം ഭക്ഷിച്ച് അഗ്നി തൃപ്തി പൂണ്ടു. ആ രാത്രി കുങ്കൻ സംതൃപ്തിയോടെ ഉറങ്ങുകയായിരുന്നു. സംതൃപ്തിക്ക് കാരണം ഉണ്ടായിരുന്നു. വലിയ ഒരു വിജയമാണ് അന്ന് നേടിയത്. കുങ്കനും 10 കാവൽഭടന്മാരും വൈകുന്നേരം റോന്തു ചുറ്റുകയായിരുന്നു. പെട്ടെന്ന് ഒരു കുറ്റിക്കാട്ടിൽ പറങ്കിപ്പടയാളികൾ ഒളിച്ചിരിക്കുന്നത് കണ്ടു. 40 പേർ ഉണ്ടായിരുന്നു. രാത്രി ആക്രമണം നടത്തണം. അതിനായി അവർ പതുങ്ങിയിരുന്നതാണ്. കുങ്കനും കാവൽഭടന്മാരും ശത്രുക്കളുടെ മേർ ചാടി വീണു. 14 പറങ്കികൾ കുങ്കൻ്റെ വാളിന് ഇരയായി. ബാക്കിയുള്ളവർ കുങ്കൻ്റെ ഭടന്മാരുടെയും. 8 പേരെ മാത്രമേ കുങ്കന് നഷ്ടപ്പെട്ടുള്ളൂ. അതുകൊണ്ടെന്ത്, 40 പറങ്കികളെ കൊന്നില്ലേ? വടക്കൻ സൈന്യാധിപൻ സന്തോഷത്തോടെ പറഞ്ഞു, കുങ്ക, നീ മഹാവീരനെന്ന് തെളിയിച്ചിരിക്കുന്നു. ഇനിയും ഒരു ഉദ്യോഗക്കയറ്റത്തിന് അർഹനാണ് നീ. ഇന്ന് തന്നെ ഞാൻ തമ്പുരാനെ കുറിപ്പ് അയക്കുന്നുണ്ട്. സംതൃപ്തിയോടെ കുങ്കൻ ഉറങ്ങുകയായിരുന്നു. പെട്ടെന്ന് ഒരു ദുസ്വപ്നം കണ്ടു. ജ്യേഷ്ഠത്തിക്കും കുഞ്ഞുങ്ങൾക്കും ആപത്ത് പിണഞ്ഞിരിക്കുന്നു. എന്ത് ആപത്താണ്? അത് അറിഞ്ഞുകൂടാ. എന്തോ ഒരു ആപത്ത്. കുങ്കൻ ഞെട്ടി ഉണർന്നു. എഴുന്നേറ്റിരുന്നു. വിയർപ്പിൽ കുളിച്ചുപോയി. സ്വപ്നം കണ്ട് പേടിക്കുകയോ? എന്ത് വിഡ്ഢിത്തമാണ്! എങ്കിലും സമാധാനം വരുന്നില്ല. മുമ്പൊരിക്കൽ ദുസ്വപ്നം കണ്ടിരുന്നു. പടവെട്ടാൻ പോയിരുന്ന അമ്മാവൻ പടക്കളത്തിൽ വീണ് മരിച്ചെന്ന്. 3-ാം ദിവസം അറിവ് കിട്ടി. ശരി തന്നെ. ഈ ദുസ്വപ്നവും ശരിയാകുമോ? കുങ്കൻ്റെ ഹൃദയം മന്ത്രിക്കുന്നു. വീട്ടിലേക്ക് പോകൂ. എങ്ങനെ പോകും? അനുവാദം ചോദിച്ചാലോ? തീർച്ചയായും കിട്ടുകയില്ല. കൂട്ടുകാരിൽ ചിലർ മുമ്പ് അനുവാദം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പടത്തലവൻ പറഞ്ഞു, പടയാളിക്ക് നാടേയുള്ളൂ, വീടില്ല. അനുവാദമില്ലാതെ പോയാലോ? വലിയ കുറ്റമാണ്. ഉദ്യോഗക്കയറ്റം കിട്ടുകയില്ല. മാത്രമോ, സാമൂതിരി നാട് കടത്തുകയും ചെയ്യും. എന്നാലും സാരമില്ല. ഉദ്യോഗക്കയറ്റം വേണ്ട. നാട് കടത്തിക്കോട്ടെ. ജ്യേഷ്ഠത്തിക്കും കുഞ്ഞുങ്ങൾക്കും ആപത്ത് പിണഞ്ഞിരിക്കുന്നു. പോയേ തീരൂ. രാഖ്യരാമാനം ആരുമാരും അറിയാതെ കുങ്കൻ പടനിലം വിട്ടു. 3-ാം ദിവസം പുലർച്ചയ്ക്ക് വീട്ടിലെത്തി. അപ്പോൾ കണ്ട കാഴ്ച അത് കുങ്കനെ തളർത്തി. വീടിരുന്നിടത്ത് വീടില്ല. പകരം ഒരു ചാമ്പൽ കൂമ്പാരം. ദൈവമേ, ഇങ്ങനെയും സംഭവിച്ചോ? കുങ്കൻ്റെ ഹൃദയം പടപടാ അടിച്ചു. ദേഹം വിയർത്തു. കാലുകൾ കുഴഞ്ഞു. അങ്ങിങ്ങായി വിതറിക്കിടക്കുന്നു പൊട്ടിയ എല്ലുകൾ. തീർന്നു. സകലതും തീർന്നു. വീട് വെന്തു വെണ്ണീറായി. അതും പോട്ടെന്ന് വയ്ക്കാം. താൻ ഏറ്റവും സ്നേഹിച്ചവർ, തന്നെ ഏറ്റവും സ്നേഹിച്ചവർ തീയിൽപ്പെട്ട് മരിച്ചു. കുങ്കൻ കുനിഞ്ഞിരുന്നു. ഏങ്ങിക്കരഞ്ഞു. ഭാരതപ്പുഴ ഒഴുകുകയാണ്. ഒച്ചയുണ്ടാക്കാതെ, ഒന്നും അറിയാത്ത പോലെ. പെട്ടെന്ന് ഒന്ന് ബോധ്യമായി. കോരനെ ഈ കടുംകൈ ചെയ്യൂ. അവൻ കുടിപ്പക വീട്ടിയതാണ്. കുങ്കൻ ചാടി എണീറ്റു. കണ്ണുകളിൽ വെള്ളം വറ്റി. അവയിൽ തീ കത്തി. ദേഹം അടിമുടി വിറച്ചു. ക്രോധം ചിലപ്പോൾ ദുഃഖത്തെ അമർച്ച ചെയ്യും. എടാ കോര, നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. കുങ്കൻ ഘോരമായി അലറി. എന്നിട്ട് ധൃതിയിൽ നടന്നു തുടങ്ങി. മാന്തുടി വീട്ടിനെ ലക്ഷ്യമാക്കി. പകുതി വഴി പോയപ്പോൾ ഒന്ന് ഓർമ്മിച്ചു. കോരൻ അവൻ്റെ വീട്ടിൽ ഇല്ല. തെക്കൻ സൈന്യത്തിലാണ്. ആ സൈന്യം യുദ്ധത്തിന് പോയിരിക്കുകയുമാണ്. കോരനോട് പിന്നീട് പകരം ചോദിക്കാം. തൽക്കാലം അവൻ്റെ വീട്ടുകാർ ഉത്തരം പറയണം. ഒരു ആണും ഒരു പെണ്ണും ജീവിച്ചുകൂടാ. കുങ്കൻ മാന്തുടിയിൽ എത്തി. വീട്ടിൽ കയറി. ആരും ഇല്ലേ ഇവിടെ?
അയാൾ വിളിച്ചു ചോദിച്ചു. കോരൻ്റെ അച്ഛൻ പുറത്തു വന്നു. വന്നയാളെ കണ്ടു. ആരെന്ന് മനസ്സിലായി. വന്ന കാര്യവും മനസ്സിലായി. കോരൻ ഇവിടെ ഇല്ല, ആ വൃദ്ധൻ അറിയിച്ചു. ആരെല്ലാമുണ്ട്? കുങ്കൻ വീണ്ടും ചോദിച്ചു. ഞാൻ, എൻ്റെ ഭാര്യ, മകൾ, മകളുടെ 3 കുട്ടികൾ, 5 ബാല്യക്കാർ, വൃദ്ധൻ കൂസലില്ലാതെ പറഞ്ഞു. ശരി, ഞാൻ നിങ്ങൾക്ക് സമയം തരാം. ആയുധം ധരിച്ചു വരിൻ. അതുവരെ ഞാൻ കാത്തു നിൽക്കാം എന്ന് പറഞ്ഞ് കുങ്കൻ മുറ്റത്ത് ഉലാത്തി തുടങ്ങി. വൃദ്ധൻ അകത്ത് കയറി. കുറഞ്ഞോരുടെ കഴിഞ്ഞ് പുറത്തു വന്നു. കൂടെ ഭാര്യയും മകളും ബാല്യക്കാരുമുണ്ട്. കുഞ്ഞുങ്ങൾ മാത്രം വന്നില്ല. അവർ തീരെ കൊച്ചായിരുന്നു. മുറ്റത്ത് വെച്ച് ആ യുദ്ധം നടന്നു. ഒരു വശത്ത് കുങ്കൻ, മറുവശത്ത് മാന്തുടിക്കാർ എല്ലാം. അതുകൊണ്ടെന്ത്? കുങ്കൻ ഒന്നൊന്നായി എല്ലാവരെയും വെട്ടി വീഴ്ത്തി. അത് കഴിഞ്ഞ് അകത്ത് കയറി. കുഞ്ഞുങ്ങളെയും വാളിന് ഇരയാക്കി. എന്നിട്ട് അടുക്കളയിൽ ചെന്നു. അടുപ്പിൽ തീ കത്തുന്നുണ്ടായിരുന്നു. അയാൾ തീക്കൊള്ളികൾ വലിച്ചെടുത്ത് ഓല കെട്ടിയ പുരപ്പുറത്ത് വാരിയെറിഞ്ഞു. തീ കത്തിപ്പടർന്നു. മാന്തുടി വീട് കത്തുന്നത് കണ്ടു അയൽക്കാർ. അവർ ഓടിയെത്തി. ഒരു പിശാചിനെ പോലെ നിൽക്കുന്നുണ്ടായിരുന്നു കുങ്കൻ. അയാളെ കണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ആരും കുങ്കനോട് അടുത്തില്ല. ഭയം മാത്രമായിരുന്നില്ല കാരണം. കുടിപ്പക നാട്ടുനടപ്പാണ്. കരുത്തുള്ളവർ കൊല്ലട്ടെ, കരുത്തില്ലാത്തവർ ചാകട്ടെ. മാന്തുടി വീട് എരിഞ്ഞ് മണ്ണിനോട് ചേർന്നു. തീ അടങ്ങിയിട്ടേ കുങ്കൻ പോയുള്ളൂ. എങ്ങോട്ട്? മംഗലത്തേക്കല്ല. അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. വീടില്ല, ചാമ്പലായിരുന്നു. പിന്നെ എങ്ങോട്ട്? പടക്കളത്തിലേക്ക് മടങ്ങിയോ? അല്ല, അങ്ങോട്ട് പോയിക്കൂടാ. അനുവാദമില്ലാതെ പോന്നതാണ്. സാമൂതിരി നാട് കടത്തും. എങ്കിലും കോരനെ കണ്ടുപിടിച്ചേ തീരൂ. അവനെ വെട്ടിക്കഷണമാക്കിയേ തീരൂ. എങ്ങനെ കണ്ടുപിടിക്കും? ദിവസങ്ങൾ കഴിഞ്ഞു. തെക്കൻ സൈന്യം മടങ്ങിയെത്തി. കൂടെ കോരനും. താൻ ചെയ്ത കടുങ്കൈ ആരും അറിഞ്ഞിട്ടില്ല. അതായിരുന്നു അവൻ്റെ വിശ്വാസം. പക്ഷേ സാമൂതിരി എല്ലാം അറിഞ്ഞിരുന്നു. ചാരന്മാർ അറിയിച്ചിരുന്നു. സാമൂതിരി കോരനെ വരുത്തി. കോര, നിന്റെ സാമർഥ്യത്തിൽ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷേ പട നടക്കുമ്പോൾ നീ കുടിപ്പക വീട്ടി. അത് കുറ്റമാണ്. നിന്നെ നാം ഇതാ നാട് കടത്തിയിരിക്കുന്നു. പൊയ്ക്കോ. നാട്ടിലെങ്ങാൻ കണ്ടാൽ നിന്നെ നാം തൂക്കിലിടും. കോരൻ എന്തോ പറയാൻ ഭാവിച്ചു. സാമൂതിരി തടഞ്ഞു. പറയേണ്ടത് നീയല്ല, നാമാണ്. നീ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല. നാം ഇതാ അറിയിക്കുന്നു. കുങ്കൻ നിന്റെ ബന്ധുക്കളെയെല്ലാം വെട്ടിക്കൊന്നു. നിന്റെ വീട് ചുട്ട് ചാമ്പലാക്കി. അവൻ ചെയ്തതും കുറ്റമാണ്. അവനെയും നാടുകടത്താൻ നാം നിശ്ചയിച്ചു. പക്ഷേ അവനെ കാണാനില്ല. എവിടെയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഇനി നിനക്ക് പോകാം. കോരൻ തിരുമുമ്പിൽ നിന്ന് ഇറങ്ങി നടന്നു. അല്ലാതെ എന്തു ചെയ്യാനൊക്കും?